വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഓഫീസിലേക്ക് പോകാനായിട്ട് നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഒരു കഥ പറഞ്ഞുതരാം. ഇന്ന് ഞാൻ ഓഫീസിലേക്ക് കല്ലിമിഠായി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടാത്ത സാധനം അല്ലെങ്കിൽ എനിക്ക് അപ്പം കഴിക്കാൻ തോന്നാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവർക്ക് എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവരെല്ലാവരും കഴിക്കുമ്പോൾ ഞാനെടുത്ത് കഴിക്കാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ആലോചിക്കും വീട്ടിൽ ഇതന്നെ എനിക്ക് ചെയ്താൽ പോലെ കൂട്ടത്തിലിരിക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ തോന്നുള്ളൂ. ഇന്ന് വൈകിട്ട് നേരെ വീട്ടിലേക്കല്ല, നേരെ തട്ടുകടയ്ക്കാണ് വന്നത്. കാരണം ഇന്ന് സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നിന്നപ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. ഇരിഞ്ഞാലക്കുടന്ന് അമ്മയ്ക്ക് ഒരു ചൂട് കപ്ലണ്ടിയും കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തട്ടിക്കടയിൽ കയറിയിട്ട് ഞാൻ ആ റൂട്ടിൽ എപ്പോൾ പോയാലും നല്ല മണമായിരുന്നു. ഒരു ദിവസം കയറണം എന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി, പക്ഷേ ഇന്ന് ഞാൻ മാത്രമായിട്ടാണ്. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഞാൻ എപ്പോഴും ഒരു തട്ടുകടയിൽ കയറാറുണ്ട്, അവിടെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടം. അങ്ങനെ 6 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞു അമ്മയും വന്നിട്ടുണ്ട്. അപ്പോൾ ധൃതി പിടിച്ചിട്ടാണ് കയറിയത്. കാരണം തട്ടുകടയിൽ നിന്ന് വരാനായിട്ട് ലേറ്റായി. അത് കാരണം ബാക്കിയുള്ളത് എടുക്കാനായിട്ട് പറ്റില്ല. നമ്മുടെ അതിരടി കാണാനായിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ നമുക്ക് മൂവി ബ്രേക്കിൻ്റെ ഇടയിൽ സ്നാക്സ് പോയി അടിയിൽ പോയി വാങ്ങണ കാരണം വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോൾ അതേ കുറേ പച്ചക്കറി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മമ്മി ഇന്ന് തൃശ്ശൂർ പോയി. പക്ഷേ ഇത് തൃശ്ശൂർ പോയെങ്കിലും ഇന്ന് കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. സ്പ്രൈറ്റ്, ബിരിയാണി, അത് 3 ബിരിയാണി കഴിച്ചു. നമ്മുടെ വീട്ടിൽ ആകെ 2 ബിരിയാണി വാങ്ങാറുള്ളൂ. എത്ര ബിരിയാണി ആണെങ്കിലും ഇന്ന് കഴിക്കുന്നതേ അവർ കഴിക്കുള്ളൂ. ബാക്കി ഞാൻ ഇങ്ങനെ ചൂടാക്കി കഴിക്കണം. അങ്ങനെ എന്താ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിലും കുറേ ഐസ്ക്രീം ഇരിക്കുന്നു. അപ്പോൾ കുറച്ച് ഐസ്ക്രീം ഞാൻ കഴിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളതാണ് എടുത്തത് ഗൈസ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ എങ്ങനെ കഴിച്ച് തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺഫ്യൂഷനിൽ ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ബാക്കി വന്ന ബിരിയാണി ഞാൻ പൊതി ബിരിയാണി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് പറ്റിയില്ല. എൻ്റെ വിശപ്പ് അത്രയും എനിക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും പൊതിയാനുള്ള നേരമില്ലാത്തതുകൊണ്ടും വാഴ ബിരിയാണി ആക്കി.